അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. വാളാൽ മുറിവേൽക്കുന്നവൻ മുറിവേൽക്കപ്പെടും. ഇവിടെ സഹിഷ്ണുതയും വിശുദ്ധന്മാരുടെ വിശ്വാസവും ആവശ്യമത്രേ. ഈ പ്രതിമ ഇന്ന് രാത്രി 3 കാര്യങ്ങളാണ് ആദ്യം നിങ്ങളോട് പറഞ്ഞത്. ഇൻ്റർനെറ്റ് വഴി ഇന്ന് ക്യാമറ വഴി മോണിറ്റർ ചെയ്യുന്ന പോലെ മനുഷ്യനെ മോണിറ്റർ ചെയ്യും. 2, സാത്താൻ ലോകത്തോട് സംസാരിക്കും. 3, മൃഗത്തിൻ്റെ പ്രതിമ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്തും ലാപ്ടോപ്പിനകത്തുമെല്ലാം അന്ത്യദിനങ്ങളിൽ മൃഗത്തിൻ്റെ സോഫിയയുടെ മൂത്ത ചേച്ചിയുടെ പ്രതിമ വരാൻ പോകുന്നു. അത് വരുന്നതിന് മുമ്പ് നാഥൻ മധ്യാകാശത്തിൽ തൻ്റെ സഭയെ ചേർക്കുവാൻ വരും. 2 കാര്യം. 1, ഇസ്രയേലിൻ്റെ ആലയവും അതിനുശേഷം മോഡി സാർ വിഭാവനം ചെയ്യുന്ന 9G ഇൻ്റർനെറ്റ്. അതെവിടം വരെ എത്തുമ്പോൾ ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. കടക്കാം. ഈ പ്രതിമ എവിടെ വരും? മത്തായി സുവിശേഷം 24, 15, 16 വാക്യങ്ങൾ വായിച്ചട്ടെ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ. ഈ കമ്പ്യൂട്ടർ ഇന്ന് വരുന്ന സോഫിയ അല്ലെങ്കിൽ നീര അല്ലെങ്കിൽ റാഡ അല്ലെങ്കിൽ മിത്ര, ഇതെല്ലാം ഇവിടെ വട്ടിയൂർക്കാവിൽ നിന്ന് പോയ ഇന്നത്തെ മിത്ര, അതുപോലെ ISRO നിയന്ത്രിക്കുന്നത് പോലെ യെരുശലേം ദൈവാലയത്തിനകത്ത് ഇത് കൊണ്ടുവരും. ദാനിയേൽ അന്ത്യദിനങ്ങളിൽ കാലാന്തരത്തിൽ ഓഹരി പ്രാപിച്ചു വരേണ്ടതിന് ദാനിയേലേ നീ എഴുന്നേറ്റ് വരിക എന്ന് പറയുമ്പോൾ ദാനിയേൽ 12:11 വീട്ടിൽ ചെന്ന് വായിക്കണം. ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ ദൈവാലയത്തിൽ പ്രതിഷ്ഠിക്കും. ഇന്ന് രാത്രി സിറിയയിൽ നിന്ന് വരുന്ന ആൻറ്റി ക്രൈസ്റ്റ് അത് സമാധാനത്തിൻ്റെ പുറമോടിയോടെയോ വെള്ളക്കുതിരയിൽ കയറി വരും. വെളിപ്പാട് 6:1-2 കുഞ്ഞാട് മുദ്രകളൊന്ന് പൊട്ടിച്ചപ്പോൾ ഞാൻ വെള്ളക്കുതിര, അതിൻ്റെ കയ്യിലിരിക്കുന്നവൻ ഒരു വില്ലേ വാള്, അവൻ ജയിക്കുന്നവന് ജയിപ്പാനുമായി പുറപ്പെട്ടു. ഇന്ന് ലോകത്തിലെ 2 കാര്യമാണ്. 1, യഹൂദൻ ആലയമില്ല. അങ്ങനെയെങ്കിൽ ആഗോള താപനം യഹൂദൻ്റെ ആലയം എതിർക്രിസ്തു പണിഞ്ഞാൽ അതിനകത്ത് മ്ലേച്ഛ ബിംബത്തെ കൊണ്ടുവെക്കും. യഹൂദൻ മ്ലേച്ഛ ബിംബത്തെ വണങ്ങുമോ? സ്തോത്രം. ഇനി രാത്രി അവൻ്റെ കയ്യിൽ പുതിയ നിയമമല്ല പഴയ നിയമമുള്ള സീനായുടെ മടിത്തട്ടിൽ മോശയെ വിളിച്ചിട്ട് സ്വർഗം കൽപ്പന കൊടുത്തു. 750 പ്രമാണം, 10 കൽപ്പന. പുറപ്പാട് 20:4 മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്കടിയിൽ വെള്ളത്തിലൊന്ന് യാതൊന്നിൻ്റെയും വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, വണങ്ങരുത്. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് എന്തോ ചെയ്യും? ആലയത്തിനകത്ത് പ്രതിമയെ കൊണ്ടുവെക്കും. അതാ യേശു പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും. വെള്ളക്കുതിരയുടെ സമാധാനത്തിൻ്റെ പുറമോടി പുറപ്പാട് പുസ്തകത്തിൻ്റെ കയ്യിലിരിക്കുന്ന യഹൂദൻ ഈ ആൻറ്റി ക്രൈസ്റ്റിനെ വണങ്ങത്തില്ല. അടുത്ത വാക്ക് അന്നവർ വായിച്ചാട്ടെ. വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ഇന്ന് രാത്രി പെരുമ്പഴത്തൂർ ചിന്തിച്ചു കൊള്ളട്ടെ. വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ആരാ മലകളിലേക്ക് ഓടിപ്പോന്ന്? വണങ്ങാത്ത യഹൂദനെ എന്തോയും എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ വെട്ടിക്കൊല്ലും. അങ്ങനെ ഒരു വെട്ടിക്കൊലപാതകം ഇവിടെ നടന്നിട്ടുണ്ട്. നെയ്യാറ്റിൻകരയിൽ നിന്ന് 2 ചെറുപ്പക്കാർ പാറശാലയ്ക്കപ്പുറത്ത് കളിക്കാവിള ചെക്ക് പോസ്റ്റിൽ വൈകിട്ട് ഡ്യൂട്ടിക്ക് നിന്ന SI വിൻസെന്റിനെ പട്ടാപ്പകൽ വൈകിട്ട് വെടിവെച്ചു കൊന്നു. അങ്ങനെ ഒരു വാർത്ത കേട്ട ആരെങ്കിലും നെയ്യാറ്റിൻകരയിലുണ്ടോ? കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. എന്താ കാര്യം എന്നറിയാമോ? 2018 ശ്രീലങ്കയിൽ ഒരു ബോംബ് സ്ഫോടനം നടന്നു ഈസ്റ്റർ ദിനത്തിൽ. അതിൻ്റെ അന്വേഷണം കേരളം കഴിഞ്ഞ് പാലക്കാട് കഴിഞ്ഞ് തമിഴ്നാട് കോയമ്പത്തൂർ ഉക്കടം സ്ട്രീറ്റിൽ പോയി. അതിൻ്റെ അന്വേഷണത്തിന് നേതൃത്വം കൊടുത്തവന് പാറശാല കളിക്കാവിളയിൽ നിന്ന് ASI വിൻസെന്റ്. അതിനെ ഈ IS-ന്റെ തീവ്രവാദികൾ കണ്ടുവച്ചിട്ട് നെയ്യാറ്റിൻകര ആട്ടോയിൽ നിന്ന് വൈകിട്ട് അവർ കടന്നുപോയി കളിക്കാവിളയിൽ പട്ടാപ്പകലിൽ വൈകിട്ട് ഒരു SIയെ വെടിവെച്ചു കൊന്നു. കരമുയരുന്നില്ലല്ലോ മക്കള്. ഇവിടെ ഒന്നും സുരക്ഷിതമല്ല. അവരുടെ പേരാ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ മിലിറ്ററി. ദാനിയേൽ പ്രവചനം 9:25-26 വാക്യം വായിക്കാൻ സമയമില്ല. ഒരാഴ്ചവട്ടത്തേക്ക് അവൻ നിയമത്തെ കഠിനമാക്കുക. ആഴ്ചവട്ടത്തിൻ്റെ അവസാനത്തെങ്കിൽ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കുക. അങ്ങനെ ഒരു മിലിറ്ററി IS. അങ്ങനെയെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ വരവിൽ ആലയത്തിനകത്തെ യഹൂദൻ ഈ പ്രതിമയെ വണങ്ങാതിരിക്കുമ്പോൾ IS-ന്റെ മിലിറ്ററികൾ എന്തോ ചെയ്യുമെന്നറിയാമോ? ഇവരുടെ കഴുത്തറക്ക് സിറിയയിലും മൊസൂളിലും IS-ന്റെ മിലിറ്ററി കുഞ്ഞുങ്ങളുടെ തലയിൽ ചുമന്ന കുപ്പായം അത് പുതപ്പിച്ചുകൊണ്ട് ഷോള് പുതപ്പിച്ച് കഴുത്തറക്ക്. അങ്ങനെ യഹൂദൻ നിലവിളിക്കുന്ന ഒരു കാലം. ഇന്ന് രാത്രി ആലയം പണിഞ്ഞ് വണങ്ങാത്ത യഹൂദൻ്റെ കഴുത്തിനകത്ത് ഷാള് പുതപ്പിച്ച് നെയ്യാറ്റിൻകരയിൽ നിന്ന് പോയ വീരന്മാരുടെ മൂത്ത ചേട്ടന്മാർ യെരുശലേം ദൈവാലയത്തിനകത്ത് വണങ്ങാത്ത യഹൂദൻ്റെ തലയ്ക്കകത്ത് ഷോള് പുതപ്പിച്ച് കഴുത്തറത്ത് രക്തം താഴെ വീഴുന്ന ഒരു കാഴ്ച ഈ തലമുറയിൽ ഇവിടെ വരാറ്. എന്നാൽ ആ രക്തം അവിടെ വീഴുന്നതിന് മുമ്പ് കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. പെരുമ്പഴത്തൂരേ
വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. എല്ലാം കണക്റ്റഡ് ടു ഇൻ്റർനെറ്റ്. ആ രാത്രിയെപ്പറ്റി യേശു പറഞ്ഞു. വൈക്കം യോഹന്നാൻ്റെ സുവിശേഷം 9:4. കേട്ടോ, ലോകം ഒരുവൻ്റെ കയ്യിൽ പോകുന്നു, ഇൻ്റർനെറ്റ് മർഡർ നടക്കും, പ്രതിമയെ വണങ്ങാത്തവനെ അവൻ കൊല്ലുന്നൊരു കാലം വരാൻ പോകുന്നു. അതുകൊണ്ട് ഇന്നത്തെ റഡാറൊക്കെ പതിയെ മാറി മനുഷ്യൻ്റെ തലച്ചോറുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് സാത്താൻ സംസാരിക്കുകയും അവൻ്റെ പ്രതിമ ആലയത്തിനകത്ത് വരികയും വണങ്ങാത്തവനെ കൊല്ലുകയും ചെയ്യുന്ന ഒരു രാത്രി വരാറായി. വായിക്കാം യോഹന്നാൻ 9:4. വായിച്ചാട്ടും. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകലുള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു. അടുത്ത വാക്ക്, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. കരമൊന്ന് ഉയർത്തിയാട്ടെ. ഈ സംഭവങ്ങളെല്ലാം കണ്ടിട്ട് ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി. സജു ചാത്തന്നൂരിൽ എൻ്റെ നാഥൻ പറഞ്ഞു. അതിൻ്റെ പേര് അതിവേഗ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ. യഹൂദൻ വണങ്ങത്തില്ല, അവൻ്റെ കഴുത്തറുത്ത രക്തം താഴെ വീഴും. യഹൂദൻ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോകുന്ന ഒരു കാലം ഇവിടെ വരാറായി. യെരൂശലേമേ, ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ നിന്നെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു. കരമുയരുന്നില്ലല്ലോ. നിനക്കോ മനസ്സില്ലായിരുന്നു. സ്തോത്രം. എത്ര ക്ലിയർ. ഈ ആൻറ്റി ക്രൈസ്റ്റ് പണിയാൻ പോകുന്ന യെരൂശലേം ദൈവാലയം ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി വരുന്നവനെ സംസാരിപ്പാൻ ശ്രമിക്കുമ്പോൾ, വണങ്ങാൻ ശ്രമിക്കുമ്പോൾ വണങ്ങാത്തവരെ സെക്യൂരിറ്റി നിൽക്കുന്ന IS-ൻ്റെ തീവ്രവാദികൾ വെടിവെച്ചും അല്ലെങ്കിൽ കഴുത്തറുത്ത് കൊല്ലുന്നൊരു കാലം ഇവിടെ വരാറായി. ഒറ്റക്കാര്യം കൊണ്ട് ഇന്ന് അമേരിക്ക പറയുന്നു 9G ഇൻ്റർനെറ്റ് വരും. ബൈബിളിനകത്ത് മോഡി സാർ ഇപ്പോൾ 6Gയിലേക്ക് പോകുന്ന അതിവേഗ ഇൻ്റർനെറ്റ്. 9G വരുമ്പോൾ ലോകത്തിലെ മുഴുവൻ സംഭവങ്ങളും അപ്ഡേറ്റായി ഒരു കമ്പ്യൂട്ടറിൻ്റെ മുൻപിൽ വരാൻ പോകുന്നു. നിങ്ങളുടെ ടെലിവിഷൻ മുഴുവൻ മാറാൻ പോകുന്നു. ഇനി 9G ഇൻ്റർനെറ്റ് വന്നാൽ നിങ്ങളുടെ വീട്ടിൽ കേബിൾ വേണ്ട, സെറ്റപ്പ് ബോക്സ് വേണ്ട. അതിൻ്റെ നൂതന സാങ്കേതികവിദ്യ ഇന്ന് രാത്രി പ്രസംഗിക്കാൻ സമയമില്ല. ഒരു സാധനം നിങ്ങളുടെ ടെലിവിഷനകത്ത് 9G വന്നാൽ സെറ്റപ്പ് ബോക്സിന് പകരമായി ഒരു സാധനം ഫിറ്റ് ചെയ്താൽ ഒറ്റ കേബിളും വേണ്ട. ലോക രാജ്യങ്ങൾ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങളുടെ മൊബൈലിനകത്ത് വരുന്നത് പോലെ നിങ്ങളുടെ ടെലിവിഷനകത്ത് ഉലകം മുഴുവൻ ദർശിക്കുവാൻ കാലമായി. അതിൻ്റെ വേഗത അതിവേഗ ഇൻ്റർനെറ്റ് 9G. അങ്ങനെയെങ്കിൽ യെരൂശലേമിൽ നടക്കുന്ന ഒരു സംഭവം ഉലകം മുഴുവൻ കാണാൻ പോകുന്നു. അതോടുകൂടി രാത്രിയിലെ സന്ദേശം അവസാനിക്കും. ലോകം ഒരുവൻ്റെ കയ്യിൽ വിത്ത് 9G ഇൻ്റർനെറ്റ്. വായിക്കാം. സഭ എടുക്കപ്പെട്ടാൽ യെരൂശലേമിൽ എന്ത്? വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 7, 8, 9, 10, 11, 12 വാക്യങ്ങൾ. ദ ലാസ്റ്റ് വേർഡ്സ് ടുഡേ ഈവനിങ്. വായിക്കാം. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം. സഭ എടുക്കപ്പെട്ടാൽ ദൈവജനത്തിൻ്റെ രക്ഷയ്ക്കല്ല, യഹൂദൻ്റെ വിടുതലിന് വേണ്ടി 2 പേര് വരും. അതിലൊരുവൻ്റെ പേരാ ഏലിയാവ്, മറ്റേത് ഹാനോക്ക്. ചിലർ പറയും മോശയാന്ന്. തെറ്റാത്. മോശ ദൈവത്തിൻ്റെ വചനത്തോട് മത്സരിച്ചു. എന്താ ഇനിയുള്ള കാര്യങ്ങൾ 2 മിനിറ്റ് ദൈവസഭ കേൾക്കണം. എന്താ മോശയോട് ദൈവം പറഞ്ഞു? പാറയോട് കൽപ്പിക്കുവാൻ. ഇസ്രായേൽ പാളയത്തിനകത്ത് പിറുപിറുപ്പ് വന്നപ്പോൾ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് മോശ എടുത്ത് അടിച്ചു. ആ അടിച്ച പാറ ആത്മീയ പാറയിൽ നിന്നല്ലോ നാം പാനം ചെയ്തത്, ആത്മീയ പാറയല്ലോ നമ്മൾ വഴി നടത്തിയത്. ആ പാറ ക്രിസ്തു. അതുകൊണ്ട് മോശ എവിടെ കൊണ്ടുവന്നു? പിസ്കാ കൊടിമുടിയിൽ കൊണ്ടുവന്നിട്ട് എന്താ ചെയ്തതെന്നറിയുമ്പോൾ കനാൻ കാണിച്ചു. മോശയെ കനാനി കൊണ്ടുപോയതുമില്ല. മോശ മരിച്ചു. അവനെ അടക്കപ്പെടുത്തി. അവൻ്റെ കല്ലറ ഇതുവരെയും ആരും കണ്ടിട്ടില്ല. കല്ലറ കാണിച്ചാൽ എന്തോ വിഷയമെന്നറിയാമോ? മലയാളം കേൾക്കണം. ഈ മോശ ഇസ്രായേൽ ജനത്തെ 40 കൊല്ലം നടത്തിയ നല്ല നേതാവാ. സ്വോത്രം. വിമോചകനാ. അവൻ്റെ കല്ലറ കണ്ടാൽ അവൻ്റെ അവിടത്തേക്ക് പുണ്യ തീർത്ഥാടന കേന്ദ്രമാ. പിന്നെ അതിനുശേഷം അവൻ്റെ പേര് കുരിശടിയും അതിനുശേഷം മണിയെല്ലാം വരും. സർവശക്തനായ ദൈവം. അതുകൊണ്ടാ മോശയുടെ ശവശരീരം ഇസ്രയേൽ പാളയത്തിന് വിട്ടുകൊടുക്കാത്തത്. ആരാധനയ്ക്ക് യോഗ്യൻ സർവശക്തനായ കർത്താവ്, സ്തുതിക്ക് യോഗ്യൻ സർവശക്തനായ കർത്താവ്. സ്തുതിക്ക്. അതുകൊണ്ട് മോശയുടെ ശരീരം, മോശ വാക്ക് തെറ്റിച്ചെന്ന് പറഞ്ഞപ്പോഴേ ആരാ വന്നതെന്നറിയാവോ? പിശാച് ശരീരം വേണമെന്ന് പറഞ്ഞു. ഇത് യൂദായിൽ എഴുതിയിട്ടുണ്ട്. അപ്പം പ്രധാന ദൂതനായ മീക്കായിൽ വടിവാളുമായിട്ട് ഇറങ്ങിയിട്ട് നിനക്കിത് യാതൊരു കാര്യമില്ലെന്ന്. സന്തോഷമില്ലല്ലോ. മോശയുടെ ശവശരീരത്തിന് പിശാച് തർക്കിച്ചെന്ന് അർത്ഥം. വഴിവിട്ട് പോകുന്ന ഉപദേശിയെ പിശാച് പിടിക്കാൻ വരുമെന്ന്. കരം ഉയരുന്നില്ലല്ലോ അച്ഛാ. സ്വോത്രം. മോശയുടെ ശരീരം ഇസ്രായേൽ പാളയത്തിലില്ല. പക്ഷെ പിന്നെ മോശ എവിടെ കണ്ടെന്നറിയാമോ? യേശു ഉയർന്ന മലയിൽ പോയി. കരം ഉയരുന്നില്ലല്ലോ. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? പത്രോസും യാക്കോബ് യോഹന്നാനും. അവർ അന്നേരം മിന്നി വെളുന്ന വെളിച്ചം. 2 പേരുണ്ടായിരുന്നു. ഒന്ന് മരിച്ചടക്കപ്പെട്ട മോശയും മരണം കാണാതെ എടുക്കപ്പെട്ട ഏലിയാവും. മിണ്ടുന്നില്ലല്ലോ. ശിഷ്യന്മാർ പറഞ്ഞെന്തോ? യേശുവേ, ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ. 1 മോശയ്ക്കും, 1 ഏലിയാവിനും, 1
യേശുവിനും. അങ്ങനെയെങ്കിൽ ഗുരു, അങ്ങനെയെങ്കിൽ മരിച്ചടക്കപ്പെട്ടവരും നിത്യതയിൽ, മരണം കാണാതെ എടുക്കപ്പെട്ടവരും നിത്യതയിൽ. താബോർ മല അഥവാ ഉയർന്ന മല. സ്തോത്രം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അവനെ പിന്നെ കണ്ടില്ല. ഒരു ഉദാഹരണം കൂടെ പറയാം. പണ്ട് ഈ ഒരു ഭയങ്കര ഇവനുണ്ടായിരുന്നു, ഒസാമ ബിൻ ലാഡൻ, അൽ ഖൈദയുടെ നേതാവ്. അവൻ എത്ര പാസ്പോർട്ട് ഉണ്ടായിരുന്നെന്നറിയാമോ? 1 അമേരിക്കൻ പാസ്പോർട്ട്, അവൻ ജനിച്ചത് ഒന്ന് പാകിസ്ഥാൻ്റെ പാസ്പോർട്ട്, 2 അഫ്ഗാനിസ്ഥാൻ്റെ പാസ്പോർട്ട്, തോറ ബോറ. അത് കഴിഞ്ഞിട്ട് അവൻ ജനിച്ചത് എവിടെയാണെന്നറിയാമോ? സൗദി അറേബ്യയിൽ. 3 രാജ്യത്തെ പാസ്പോർട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അബട്ടാബാദ് എന്ന് പറയുന്ന പാകിസ്ഥാനകത്ത് അമേരിക്കയുടെ വിമാനം ഒസാമ ബിൻ ലാഡനെ തകർത്തു. അവൻ്റെ ഡെഡ് ബോഡി ആർക്കെങ്കിലും കൊടുത്തോ? പാകിസ്ഥാന് കൊടുത്താൽ രക്തസാക്ഷികൾ, അഫ്ഗാനിസ്ഥാന് കൊടുത്താൽ രക്തസാക്ഷികൾ, സൗദി കിട്ടിയാലും മണ്ഡപം പണിയും. അമേരിക്കക്കാരൻ ബുദ്ധിയുള്ളവനാ. അവനെന്തോ ഇത് ബിൻ ലാഡൻ്റെ ശവശരീരം കടലിനകത്ത് കെട്ടിത്താഴ്ത്തി. അവിടെ ആരും ശവകുടീരം പണിയത്തില്ലല്ലോ, കര ഉയരുന്നില്ലല്ലോ. സ്വത്രം. അമേരിക്കക്കാരന് ഇതറിയാം. അതുകൊണ്ട് തീവ്രവാദത്തെ ഇറക്കാൻ ബുദ്ധിപൂർവ്വം. അതുപോലെ മോശയുടെ ശവശരീരം പാളയത്തിനകത്തില്ല. ബൈബിൾ തീരുമ്പോൾ ഉൽപ്പത്തി, പുറപ്പാട്, ആവർത്തന സംഖ്യ അവസാനം വരുമ്പോൾ പെരിയോറിൻ്റെ താഴ്വരയിൽ അവൻ അടക്കപ്പെട്ടു. അവൻ്റെ ശവശരീരത്തിൻ്റെ കല്ലറ ആരും കണ്ടിട്ടില്ല. അവൻ എവിടെ വരും? ഇസ്രായേലിൻ്റെ വിടുതലിന് വേണ്ടി. 1 മോശ, 2 ഏലിയാവ്. അങ്ങനെയെങ്കിൽ ഇനി അവർ മരിക്കപ്പെടാല. 1 ഹാനോക്ക്, ഏലിയാവ് അവരുടെ മരിച്ചില്ല. എബ്രായർ 9:27 ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. പഴയ നിയമ വിശുദ്ധന്മാരിൽ ഇവർ 2 പേരും മരിച്ചില്ല, ഹാനോക്കും ഏലിയാവും. അവർ ഇനി മരിക്കും. അപ്പോൾ ആ വാക്യം മുൻപോട്ട്, അവർ എന്ത് ചെയ്യും? യഹൂദൻ്റെ വിടുതലിന്. സഭയെടുക്കപ്പെട്ടാൽ നമുക്കല്ല, ഈ SLCക്ക് മാർക്ക് കിട്ടുന്ന പോലെ ഗ്രേസ് പീരീഡിന് വേണ്ടി, യഹൂദൻ്റെ വിടുതലിന് വേണ്ടി അവർ വരും. അടുത്ത വാക്ക് വായിച്ചാട്ടെ മക്കളടുത്തത്. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. അവരെ പടവെട്ടി അവരെ കൊന്നുകളയും. അങ്ങനെയെങ്കിൽ ആഴത്തിൽ നിന്ന് യേശുക്രിസ്തു വിടുന്നമെന്ന് ഉയരത്തിൽ നിന്ന്. മിണ്ടുന്നില്ലല്ലോ. കന്യകയിൽ പൂജാതനായ ഉയരത്തിൽ വന്ന് മൃഗം ആഴത്തിൽ നിന്ന് വരുന്നു. ഇനി അടുത്തതാ 9G ഇന്റർനെറ്റ്. അത് പറയുമ്പോൾ ഈ സന്ദേശം അവസാനിക്കും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലം എവിടെയാണോ? കാൽവറി മല. ഗദസമന അവൻ പിടിക്കപ്പെട്ടു, ഗബദായിൽ അവൻ തകർക്കപ്പെട്ടു, ഗോൽഗോത്ത പരമയാഗമായി. ആ കർത്താവ് ക്രൂശിക്കപ്പെട്ട സ്ഥലത്തിൻ്റെ പേര് മാറി. ഇനി അടുത്തത് അതിൻ്റെ പേര് വായിച്ചോട്ടെ. ആത്മീകമായി സോദോം എന്നും മിസ്രൈം എന്നും പേരുള്ളതുമായ. ഇസ്രയേലിനകത്ത് എങ്ങനെ സോദോം വരും, മിസ്രൈം വരും? സോദോമിൻ്റെ പാപം ഇസ്രയേലിനകത്ത്. ഇന്ന് രാത്രി യോഗം കഴിയുമ്പോൾ, ഇസ്രയേൽ വിശുദ്ധ സ്ഥലമൊന്നുമല്ല. അച്ഛന്മാരും പാസ്റ്റർമാരും കാശ് കൊണ്ടുപോവുക എന്തിനാ വിശുദ്ധ നാട്ടിലേക്ക്. അവിടെ ഒരു വിശുദ്ധിയില്ല. എല്ലാം കള്ളു കുടിച്ച് റോഡേ കിടന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. കരം ഉയരുന്നില്ലല്ലോ. സ്വത്രം. അത് വിശുദ്ധ നാടൊന്നുമല്ല. അതിപ്പോൾ ലോത്തിൻ്റെ കാലത്തായതുപോലെ ഇന്ന് രാത്രി യോഗം കഴിഞ്ഞിട്ട് മൊബൈലിനകത്ത് അടിച്ചു പോകണം. പറയാൻ ബുദ്ധിമുട്ടുണ്ട്. 2009 ഗൈ ലെസ്ബിയൻ പരേഡ് ഇസ്രായേൽ. പെമ്പിള്ളാർ തുണിയില്ലാതെ, നാട്ടുകാർ കേൾക്കട്ടെ, ചെറുപ്പക്കാർ തുണിയില്ലാതെ ഇസ്രായേലിൽ കൂടെ ഗൈ പരേഡ് മാർച്ച് നടത്തി. ഇതിൻ്റെ പേരാ ലോത്തിൻ്റെ കാലം. കരം ഉയരുന്നില്ലല്ലോ. അതുകൊണ്ട് ആ കർത്താവ് ക്രൂശിക്കപ്പെട്ടത് കാൽവറി മലയാ. വെളിപ്പാടിൽ വന്നപ്പോൾ അതിൻ്റെ പേര് ആത്മീയത്തിൽ തകർന്ന യഹൂദനെ കാണിക്കുക. സോദോ പാപം. സ്വോത്രം. പച്ചയ്ക്ക് കേൾക്കണം ഇതൊക്കെ. സമയം ഉണ്ടാകണ്ട. വേറെ എവിടെയാണ് എപ്പോഴേ കഴിഞ്ഞു പോയേണ്ട സമയം. ഇന്ന് രാത്രി അവിടെ ആരുടെ ശവശരീരം കിടക്കും? അടുത്ത വാക്ക് വായിച്ചിട്ട് മക്കളെ. മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. അവരുടെ ശവം കിടക്കും. അടുത്തത് 9G ഇന്റർനെറ്റ്. ആ ശവം ആര് കാണും? വായിച്ചട്ടെ. സകല വംശക്കാരും ഗോത്രക്കാരും. 262 രാഷ്ട്രം. കൈവിടപ്പെട്ടു വന്ന സകലരും മൊബൈലിലും ഇന്റർനെറ്റിലും എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിൽ അവരുടെ ശവം കാണും. വായിച്ചാട്ടെ. സകല വംശക്കാരും. ഒന്നുകൂടെ. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. ഇത്രയും പേര് കാണണമെങ്കിൽ ഇന്നത്തെ 5G ഇന്റർനെറ്റ് മതിയാവൂ? കരമുയരുന്നില്ലല്ലോ. ഇപ്പം തന്നെ 5G ആകുമ്പോഴേ ചേച്ചി ചേട്ടനോട് പറയും കിട്ടുന്നില്ല, സ്പീഡില്ല. സ്വത്രം. പഠിക്കുന്ന പിള്ളേർ അമ്മച്ചോട് പറയത്തില്ല, അമ്മച്ചി ഈ മോഡവും പാക്കും ഒന്നും ശരിയാവുന്നില്ല, കിട്ടുന്നില്ല, സ്പീഡ് കുറവാ. സ്വത്രം. റേഷൻ കടയിൽ പോയി ഈ പോസ് അടിക്കുമ്പോൾ പെങ്കൊച്ച് പറയുന്നില്ലോ സ്പീഡില്ല, സിസ്റ്റം സ്ലോ, കരം ഉയരുന്നില്ലല്ലോ. ബാങ്കിൽ ചെല്ലുമ്പോൾ പെങ്കൊച്ച് പറയുന്നില്ല ചെക്ക് മാറാം, ഇച്ചിരി നെറ്റ് സ്ലോ.
ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ. സ്വോത്രം, സ്വോത്രം. ഇവിടെ അടി നടന്നുകൊണ്ടിരിക്കുക. റേഷൻ കട ഈ പോസ് കൈവച്ച് റേഷൻ കിട്ടാഞ്ഞ് കാട്ടാക്കടയിലുള്ള പെങ്കൊച്ചിനെ കഴിഞ്ഞ ദിവസം ആരാണ്ട് പൂശിയെന്ന് സന്തോഷമില്ലല്ലോ. ഈ നെറ്റൊന്ന് തീർന്നാൽ നമ്മളും തീർന്ന്. ചലന്തി വല പോയി മക്കളെ. സ്വോത്രം. ചിലർക്ക് രാത്രി നെറ്റിലെ ഉറക്കമില്ല. സ്വോത്രം. രാത്രി ചപ്പാത്തി കിട്ടിയില്ലേലും വേണ്ടിയല്ല, കഞ്ഞി കിട്ടിയില്ലേലും വേണ്ടിയല്ല. ചില അമ്മച്ചിമാർക്ക് സന്തോഷം. കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്താൽ മതിലുചാട്ടം ഇല്ല, കപ്പയുടെ ചവിട്ടി മാന്തുന്ന പോലെ ഇരുന്ന് മാന്തിക്കൊണ്ടിരിക്കും. സന്തോഷമില്ലല്ലോ. 4 ദിവസം ആഹാരം കൊടുത്തില്ലേലും വേണ്ടിയല്ല, ചാർജ് ചെയ്ത് കൊടുത്താൽ മതി, കീ അടിച്ചുകൊണ്ടിരിക്കും. സ്വോത്രം. ഇതിൻ്റെ പേരാ ഇൻ്റർനെറ്റ് അടിമയാക്കി മനുഷ്യനെ കൊണ്ടുപോകുന്നെങ്കിൽ ലോകം മുഴുവൻ 262 രാഷ്ട്രം, 7 വൻകര, ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഇവിടെ മുഴുവൻ കാണണമെങ്കിൽ വരാൻ പോകുന്ന 9G ഇൻ്റർനെറ്റ്. ഇസ്രയേലിൽ നടക്കുന്ന കാഴ്ച നെയ്യാറ്റിങ്കര ശോശാമാമയുടെ മൊബൈലിലും കമ്പ്യൂട്ടറിലും കാണണമെങ്കിൽ അതിവേഗ ഇൻ്റർനെറ്റ് ഇവിടെ വരും. അതിൻ്റെ പേര് അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. കരമുയരുന്നില്ലല്ലോ മാമ. സ്വോത്രം. അമേരിക്കയിൽ എബ്രഹാം ലിങ്കൺ വെടിയേറ്റ് മരിച്ചത് എന്നാണെന്നറിയാമോ? ഇവിടെ അറിഞ്ഞത് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ്. സ്വോത്രം. പണ്ട് ഇന്ദിരാഗാന്ധിയൊക്കെ മരിച്ചത് റേഡിയോ കൂടെ എന്ത് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്? കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ടെലിവിഷൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു വാർത്ത, ശ്രീലങ്കയുടെ MLAയുടെ തലയിൽ ഉണക്കത്തേങ്ങ വീണു. ലൈവ്. കരമുയരുന്നില്ലല്ലോ ഏഷ്യാനെറ്റ്. സ്വോത്രം. അതിവേഗ ഇൻ്റർനെറ്റ് ഇവിടെ വരാൻ പോകുന്നു. അതിൻ്റെ പേരാ 9G ഇൻ്റർനെറ്റ്. ഇസ്രയേലിൻ്റെ പട്ടണത്തിനകത്ത് ഹല്ലേലൂയ കിടക്കുന്ന ഡെഡ് ബോഡിയുടെ കാഴ്ച സകലരും കാണുമെങ്കിൽ ഞങ്ങളുടെ ബൈബിൾ പ്രവചനം നിവർത്തിയായി മനുഷ്യന് തലച്ചോറുകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഒരുവൻ്റെ കയ്യിൽ കൊണ്ടുവരുക. ഇൻ്റർനെറ്റിൻ്റെ അതിവേഗത ഇവിടെ വ്യാപരിക്കുമ്പോൾ ആ ഇൻ്റർനെറ്റ് ഇവിടെ ആഞ്ഞടിച്ച് മനുഷ്യൻ്റെ തലച്ചോറിന് പിടിക്കുന്നതിന് ക്യാമറ വാച്ച് ചെയ്യുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയേറ്റവരെ ചേർക്കുക. രാജാതിരാജനായി അതിവേഗത്തിലുള്ള ഇൻ്റർനെറ്റുമായി എൻ്റെ നാഥൻ വരാറായി. സ്വോത്രം, 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 സ്വോത്രം. ഇനി അടുത്ത വാക്യം ഇതുകൂടെ ഒന്ന് കേൾക്കണം. അവരുടെ ശവം കല്ലറയിൽ വെൽപ്പാൻ സമ്മതിക്കയില്ല. എന്താ ഈ വാക്യം കൂടെ ഒന്ന് കേൾക്കണേ സഹോദരങ്ങൾ. കല്ലറ വെക്കാൻ ഈ എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ കല്ലറ ശവം വെക്കാൻ അനുവദിക്കത്തില്ല. കാര്യം ലാസർ കല്ലറയിൽ മരിച്ചിട്ട് യേശു വന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. തീർന്നില്ല. അത് കഴിഞ്ഞ് യേശുവിനെ കല്ലറയിൽ വെച്ചു. 3-ാം ദിവസം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ ഉയർത്തെഴുന്നേറ്റ്. അത് ഈ എതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർക്കറിയാം. അതുകൊണ്ട് അവരുടെ ശവത്തിന് ചുറ്റും നിന്ന് ഡാൻസ്, പാട്ട്, ഗിഫ്റ്റ് എല്ലാം കൊടുക്കും. വായിച്ചാട്ട് മോളെ. അടുത്തത് വായിച്ചാട്ട്. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഇതാ കിടക്കുന്ന സത്യസുവിശേഷം നമുക്കല്ലേ. യഹൂദന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി അവൻ സ്വന്തം ജനത്തെ കൈവിടുമോ? അങ്ങനെയെങ്കിൽ അവന് വേണ്ടി ഇത് പറയും, സ്വന്തം ജനത്തെ കൈവിടാത്തത് കൊണ്ട്. അടുത്ത വാക്യം വായിച്ചാട്ടെ. ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച്. കൈവിടപ്പെട്ടു പോകുന്ന സഭ, വചനപ്രകാരമുള്ള സഭവോ ഭൂവാസികൾ, എതിർ ക്രിസ്തുവിനെ കാത്തിരിക്കുന്നവർ, അവര് സന്തോഷിക്കുക. അവരുടെ സഭ അവിടെ കിടക്കട്ടെ, നാറ്റം വെക്കട്ടെ. ആരിതിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ വരുമെന്ന് നോക്കി IS-ന്റെ മിലിറ്ററി അവിടെ തൂക്കുമായിട്ട് ഇങ്ങനെ നിൽക്കും. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. തൊടിക്കൽ CSI ഗ്രൗണ്ടിൽ ഇപ്പുറത്തെ ഓഡിറ്റോറിയത്തിൽ കല്യാണത്തിന് ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ കൈവിടപ്പെട്ടവന്മാരെല്ലാം കൂടെ അവിടെ ഗിഫ്റ്റ് കൊടുക്കുമെന്ന്. ചപ്പാത്തിയും കടലയും എല്ലാം നല്ല പരിപാടിയും വെക്കുമെന്ന്. ഈ 3.5 ദിവസം ശവം അവിടെ കിടക്കുമ്പോൾ ഒരു സംഭവം അതും ലോകം കാണും. വായിക്കാം അതോടെ. അടുത്തതോടെ. 3.5 ദിവസം കഴിഞ്ഞ ശേഷം 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം ഏദന്റെ പൂങ്കാവനത്തിൽ മനുഷ്യനെ കൊണ്ടുവരുന്നതിന് മുമ്പ് എത്യോപ്യയുടെ മണ്ണിനകത്ത് ആദമിന്റെ മൂക്കിനകത്ത് ജീവശ്വാസം കൊടുത്ത സർവശക്തൻ തൻ്റെ ഭക്തന്മാരായ ഹാനോക്കിന്റെയും ഏലിയാവിന്റെ നെഞ്ചിനകത്തേക്ക് ശ്വാസത്തിന്റെ കാരം അങ്ങോട്ട് വിട്ടുകൊടുക്കും. സ്വോത്രം. അന്നൊരു സംഭവം അവിടെ നടക്കാൻ പോവാ. വായിക്കാം. അടുത്തത്. അവരിൽ വന്ന് അവർ കാലൂന്നി നിന്ന് ശവം കാലൂന്നി നിന്നാൽ നെയ്യാറ്റിങ്കര കൺവെൻഷൻ ഗ്രൗണ്ടിൽ വല്ലൂരും നിൽക്കുക. ജീവനും കൊണ്ട് സ്ഥലം പെടത്തില്ല. സ്വോത്രം. അപ്പച്ച മരിച്ച കല്ലറയുടെ അടുത്തുകൂടെ ഇപ്പം പേടി. അതിൻ്റെ ഇടയ്ക്ക് ശവം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ വല്ലൂരും നിൽക്കുമോ? എതിർ ക്രിസ്തുവിൻ്റെ പട്ടാളക്കാർ ഇത് കണ്ട് വിസ്മയിക്കും. അവർ കാലൂന്നി നിൽക്കുമ്പോൾ ഒരു ശബ്ദം മധ്യാകാശത്തിൽ നിന്ന് കേൾക്കും. നമ്മുടെ സന്ദേശം അവസാനിക്കാറായി. വായിച്ചാട്ടെ സന്ദേശം. വായിച്ചാട്ടെ. അടുത്ത വാക്യം. ഇവിടെ കയറി വരുവിനെന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അടുത്തത്. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. മക്കളെ, ആ സംഭവം അവിടെ നടക്കുന്നതിന് 3.5 വർഷം മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം മധ്യാകാശത്തിൽ എടുക്കപ്പെടും. അവരുടെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ
10,000 പേര് സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ഇന്ന് രാത്രി സഹിഷ്ണുതയോടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. കരമുയരുന്നില്ലല്ലോ, ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്നലെ രാത്രി പ്രപഞ്ചത്തിൻ്റെ 5 സയൻസാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് രാത്രി ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സന്ദേശം ക്യാമറയെ ബേസ് ചെയ്ത് വരാൻ പോകുന്ന 9G ഇൻ്റർനെറ്റ്. ഒന്ന്, ഇന്നത്തെ ക്യാമറ കമ്പ്യൂട്ടർ വഴി കാറുകൾ മോണിറ്റർ ചെയ്യെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സകല മനുഷ്യനെ ഇൻ്റർനെറ്റ് വഴി മോണിറ്റർ ചെയ്യും. 2, സാത്താൻ ലോകത്തോട് സംസാരിക്കും. 3, നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് പ്രതിമ വരും, ലാപ്ടോപ്പിനകത്ത്. 4, മൊബൈൽ പൊട്ടിത്തെറിച്ച് മനുഷ്യൻ മരിക്കും. നാളെ പത്രവാർത്ത, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ എതിർ ക്രിസ്തുവിനെ വണങ്ങാത്തവരെ കൊല്ലുവാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ പ്രത്യേക വൈറസ് വന്ന് നിങ്ങളുടെ ലാപ്ടോപ്പ് കത്തി മനുഷ്യൻ തീ പിടിച്ച് മരിക്കുന്ന കാലം. അതുകൊണ്ട് നെയ്യാറ്റിൻകര പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ മൊബൈലിൻ്റെ ഹീറ്റ് ഗണ്ണിലേക്ക് വരുന്നത് കൊണ്ട് സ്വിച്ച് ഓഫ് യുവർ മൊബൈലെങ്കിൽ മൊബൈൽ ഹീറ്റായി മനുഷ്യൻ മരിക്കാൻ പോകുന്നു. 5, ആലയത്തിനകത്ത് പ്രതിമ വരാറായി. വണങ്ങാത്ത യഹൂദനെ അവൻ കൊല്ലാൻ പോകുന്നു. അവരുടെ രക്തം ഇവിടെ താഴെ വീഴാൻ പോകുന്നു. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി മോഡി സാർ വിഭാവനം ചെയ്യുന്ന 9G ഇൻ്റർനെറ്റ് വന്നാൽ ലോകം ഒരുവൻ്റെ കയ്യിൽ. യെരുശലേമിൻ്റെ തെരുവീതിയിൽ കിടക്കുന്ന ശവങ്ങളെ ലോകം കാണും. അവരെ അടക്കം ചെയ്യാൻ ആരും അനുവദിക്കത്തില്ല. അവരുടെ ശവം എന്തോ ചെയ്യും? ഉയരത്തിലെ ശ്വാസം കേട്ടിട്ട് ഉയർത്തെഴുന്നേറ്റ് മേളിലേക്ക് പോകും. എന്നാൽ അതിനു മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്കും. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങൾ വിട്ട പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയ യേശു പോയതുപോലെ മടങ്ങി വരും. ഇന്ന് രാത്രി, കഴിഞ്ഞ ദിവസം ഒരു ട്രെയിൻ ആരംഭിച്ചു. ഇന്ന് രാവിലെ തൊട്ട് ഓടിയില്ലേ വന്ദേ ഭാരത്. ഈ വന്ദേ ഭാരതിൻ്റെ ട്രയൽ റൺ നടന്നപ്പോൾ ഒരു സംഭവം നടന്നു. ബാക്കി ട്രെയിനുകളെയെല്ലാം ഇവിടെ പിടിച്ചിട്ടു. മിണ്ടുന്നില്ലല്ലോ സഹോദരന്മാർ. ഇന്ന് രാത്രി ഇവിടുന്നൊരു ട്രെയിൻ പോകാറായി. വന്ദേ ഭാരതല്ല, ലോക്കൽ ട്രെയിൻ നെയ്യാറ്റിൻകരയും ബാലരാമപുരത്തും കഴക്കൂട്ടത്തും വർക്കലയും പിടിച്ചിടുമ്പോൾ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനെ കടത്തിവിടും. അങ്ങനെ ഒരു കൂട്ടം ഇന്ന് രാത്രി ഉണ്ട്. അതിൻ്റെ പേരാ ചങ്കിനകത്ത് പരിശുദ്ധാത്മാവ് പ്രാപിച്ച എക്സ്പ്രസ് ട്രെയിൻ. ലോക്കൽ ട്രെയിനുകളെല്ലാം ഇവിടെ റൺവേയിൽ കിടക്കുമ്പോൾ വന്ദേ ഭാരതിനെ മണിക്കൂർ കൊണ്ടെത്തിക്കുവാൻ ട്രാക്ക് ഒഴിഞ്ഞു കൊടുക്കുന്നത് പോലെ ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാനായി യേശുവിൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. ഇന്ന് രാത്രി മേഘങ്ങളെ തേരാക്കിയവൻ കാറ്റിൻ ചിറകിന്മേൽ. റീത്തയും കത്രീനയും വിൽമയും ഹാർവിയും ഓർമ്മയും മാത്യുവും ഫ്ലോറൻസും ലോറൻസ് യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ഇന്ന് രാത്രി സത്യവചനം കേൾക്കണം. എന്താ മക്കളെ സത്യവചനം? ഒരുത്തനെ പൊട്ടക്കിണറ്റി കൊണ്ടിട്ടു. അവൻ്റെ ഉടുപ്പെടുത്തുകൊണ്ട് അപ്പനെ കാണിച്ചു ചത്തെന്നും പറഞ്ഞ് അവൻ പിന്നെ കാരാഗ്രഹത്തിനകത്ത് പോയി. പൊത്തിപ്പേറിൻ്റെ ഭവനത്തിൽ അപമാനിതനായി. എന്നിട്ട് അവസാനം അവൻ എവിടെ പോയി? കാരാഗ്രഹത്തിൽ നിന്നൊരു നിഴല അവൻ എവിടെ കയറി? ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഉപപ്രധാനമന്ത്രിയായി. കേട്ടോണേ, ചേട്ടന്മാർ ചെന്ന എന്തിനാ? അരിയും പയറിനുവാ. പക്ഷേ ചേട്ടന്മാർക്ക് അരിയും പയറും കൊടുത്തു, പകരം 72 പേർക്കുള്ള വിസയും ടിക്കറ്റും കൊടുത്തു. കണ്ണ് മങ്ങിയ അപ്പനെ എതിരേൽക്കുവാൻ ഇസ്രയേലിൻ്റെ പാളയത്തിൽ മിസ്രയമിൻ്റെ രഥങ്ങൾ ഇറങ്ങി വന്നു. ഒരു നിഴലെങ്കിൽ യഹൂദൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി വെളിപ്പെടുമ്പോൾ അവൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവരെ ചേർക്കുവാൻ സ്വർഗത്തിൽ നിന്ന് രഥങ്ങൾ ഇറങ്ങി വരാറായി. മേഘങ്ങളെ തേരാക്കിയവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുക. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ശ്വാസം എനിക്ക് വളരെ വേരിയേഷനെങ്കിൽ ഇന്ന് രാത്രി പറയോ, വീതിക്കകത്തും റോഡിനകത്തും ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, അടുത്ത വർഷം ഇങ്ങനൊരു യോഗം നടക്കുമോ എന്ന് ഞങ്ങൾക്ക് പോലും പറയാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി കാൽവറിയിലേക്ക് മടങ്ങി വാ. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാടിറക്കപ്പെട്ടെങ്കിൽ ഗതസമനയിൽ അവൻ പിടിക്കപ്പെട്ട് ഗബദായിൽ അവൻ തകർക്കപ്പെട്ട് ഗോൽഗൊത്തായിൽ പരമയാഗമായി അവൻ ഇങ്ങനെ പറഞ്ഞു, ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ബാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു, നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു, എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ കയ്പ് കാടി തന്നു, എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടും. പിതാവിൻ്റെ സന്നിധിയിലേക്ക് നാഥൻ താഴ്ത്തിക്കൊടുത്തു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കിക്കൊള്ളണമേ. ഇന്ന് രാത്രി ഇതുപോലൊരു മരണം കണ്ടിട്ടുണ്ടോ? സന്നിധിയിലേക്ക് നോക്കിക്കൊണ്ടവൻ പറഞ്ഞു, സകലത്തും നിവർത്തിയായി ടെറ്റലസ്റ്റായി. ഒരു പടയാളി അവൻ്റെ ചങ്കിലേക്ക് കുത്തി 5 ലിറ്റർ രക്തമൊഴുകി.
ശരീരത്തിൽ നിന്ന് വെള്ളവും ഒഴുകി അവൻ്റെ അസ്ഥികളൊന്നും ഒടിയുവാൻ ഇടയായില്ല. ആ നാഥൻ തൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ വരാറായി. ഇവിടെ ഒരു ഒഴിച്ചുമാറ്റം നടക്കാൻ പോവുക. ഇവാക്വേഷൻ. നാളെ പത്രത്തിൽ വരുന്ന വാർത്തയും ഇത് ക്ലിയറായിരിക്കും. എന്താ ഒഴിച്ചുമാറ്റം? 1945 രണ്ടാം ലോകമഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു. 5.5 കോടി പേർ മരിച്ചു. എല്ലാ വീട്ടിലും ശവപ്പെട്ടിയും വന്നു. അന്നൊരു ഒഴിച്ചുമാറ്റം ബ്രിട്ടൻ നടത്തി. ആ ജർമ്മനിയുടെ ആക്രമണം പകർന്ന അനേകം പേരെ ക്യാമ്പസുകളിൽ ഒഴിച്ചു മാറ്റി. 2013 യമനിൽ കലാപം. ആ 90 കുവൈറ്റ് ഇറാഖ് യുദ്ധം. IPCയിലെ കുമ്പനാട്ടിലുള്ള ടൊയോട്ട സണ്ണിച്ചാൻ അനേകം പേരെ എവിടെ വഴി? ഈ അമ്മാൻ വഴി, ജോർദാൻ വഴി കുവൈറ്റിൽ നിന്ന് മലയാളികളെ ഒഴിച്ചു മാറ്റി. രണ്ടാമത്തെ ഇവാക്വേഷൻ. 2013 ഒരു ഇവാക്വേഷൻ നടന്നു. യമനിൽ കലാപം. ഉമ്മൻചാണ്ടി സാർ നേഴ്സുമാരെ മുഴുവൻ ഒഴിച്ചു മാറ്റി. 2016 സുഡാനിൽ കലാപം. ആ സുഡാൻ്റെ ഒന്നുകൂടെ പറയാമെന്ന്. അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അനേകം പേരെ എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ഒഴിച്ചു മാറ്റി. 2018 ഓക്കി ചുഴലിക്കാറ്റ് അടിച്ചപ്പോൾ നെയ്യാറ്റിൻകര അനേകം പേരെ സ്കൂളുകളിൽ ഒഴിച്ചു മാറ്റി. 2020 കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ നമ്മുടെ അനേക കുഞ്ഞുങ്ങൾ വിദേശ രാജ്യത്ത്, ഗൾഫിലും അവിടെ നമ്മുടെ മക്കളെ ഒഴിച്ചു മാറ്റാൻ ആര് പോയി? എയർ ഇന്ത്യയുടെ ഇൻഡിഗോയുടെ വിമാനങ്ങൾ പോയി. അന്ന് വന്ന പേരാ വന്ദേ ഭാരത്. കരമുയരുന്നില്ലല്ലോ. സ്വോത്രം. അത് കഴിഞ്ഞപ്പോൾ ഉക്രൈൻ. നമ്മുടെ നെയ്യാറ്റിൻകരയുള്ള പിള്ളേരെല്ലാം പഠിക്കാൻ പോയില്ലേ? ആ സമയത്ത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേതൃത്വം കൊടുത്തുകൊണ്ട് ഉക്രൈനിലെ ഏകദേശം 23,000 പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സഹിതം ഇവിടെ കൊണ്ടുവന്നു. അതിനൊരു പേരിട്ടു ഓപ്പറേഷൻ ഗംഗ. കരമുയരുന്നില്ലല്ലോ. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു സ്ഥലം കത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പേരാ സുഡാൻ. 3000 പേര് ഇന്ന് സുഡാനിൽ നിന്ന് കപ്പൽ കയറിപ്പോയിട്ടുണ്ട്. ഇപ്പം ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ഇന്നലെ രാത്രി മോഡിജിയോടൊപ്പം എറണാകുളത്തുണ്ടായിരുന്ന കേന്ദ്ര വിദേശകാര്യമന്ത്രി വി മുരളീധരനോട് മോഡി സാർ പറഞ്ഞു പ്ലെയിൻ എടുത്ത് പൊക്കോളാൻ പറഞ്ഞു. എവിടെ പോയി? ജിദ്ദായിൽ പോയി. ഇന്നൊരു ഓപ്പറേഷൻ നടക്കുന്നു. അതിൻ്റെ പേര് ഓപ്പറേഷൻ കാവേരി. കരമുയരുന്നില്ലല്ലോ. സുഡാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ കൊണ്ടുവരുവാൻ കപ്പൽ വിമാനങ്ങൾ വായിച്ചെങ്കിൽ ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കാൻ പോകുന്ന ഗംഗയല്ല, വന്ദേ ഭാരത് അല്ല, ഓപ്പറേഷൻ അല്ലെലുയ കാവേരി അല്ല. ഇന്ന് രാത്രി ഇന്ത്യയുടെ മക്കളെ ചേർക്കുക. ഇന്ത്യയുടെ വിമാനങ്ങൾ ഓരോ രാജ്യങ്ങളിലും കപ്പലിൽ ചെന്നിട്ട് പാകിസ്ഥാനിയോ അമേരിക്കക്കാരനെയോ അല്ലെങ്കിൽ ബംഗാളിയോ കയറ്റിയില്ല. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവരെ കപ്പലിനകത്തും വിമാനത്തിനകത്തും കയറ്റി ഇന്ത്യയുടെ മണ്ണിനകത്ത് കൊണ്ടിറക്കിയതുപോലെ ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കാൻ പോകുന്നു. അതിൻ്റെ പേരാ യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ 10,000 പേര് സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. ചെമ്മണ്ണുപുളി പാറയുടെ പിളർപ്പിൽ കടുന്തൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരൂ. ഒരു പ്രാവിൻ്റെ ഹല്ലേലൂയ കഴുത്തറക്കും. ആ രക്തം മറ്റേ പ്രാവിൻ്റെ മുഖത്തേക്ക് വീട്. മറ്റേ പ്രാവിൻ്റെ മുഖത്ത് വീഴുമ്പോൾ ഹല്ലേലൂയ കഴുത്തറക്കുന്ന പ്രാവിൻ്റെ യാഗം നടന്നു കഴിയുമ്പോൾ അവസാനം പുരോഹിതൻ കാലിലെ കെട്ടടിക്കുക. കാലിലെ കെട്ടടിച്ച് കഴിഞ്ഞാൽ ആ പ്രാവിൻ്റെ മുഖത്ത് രക്തം തെറിച്ച പ്രാവ് അതിവിടെ നെയ്യാറ്റിൻകരയും കാട്ടാക്കടയിലും ഇരിക്കത്തില്ല. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിലും ഇന്ന് രാത്രി സത്യവചനത്തിന് നാട് വിട്ട് കൂട് വിട്ട് നാമതേ കൂട്ടം വിട്ട് ഇറങ്ങി തിരിച്ച അച്ചായ അമ്മച്ചിയെ അപ്പച്ചാ സഹോദര സഹോദരി, ഇന്ന് രാത്രി ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിൽ നിന്റെ മുഖം കാണുന്ന ഒരു നല്ല നാഥൻ 10,000 പേര് സുന്ദരനായി നിന്നെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ടാരെങ്കിലും വാതിൽ തുറന്നാൽ ഇന്ന് രാത്രി ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കുക. ഞങ്ങളുടെ സന്ദേശത്തിൻ്റെ അവസാന സമയത്തേക്ക് വരുന്നു. ഇന്ന് രാത്രി ചെമ്മണ്ണുവിളി, ഇന്ന് രാത്രി പെരുമ്പഴുതൂരിലുള്ള മക്കളെ, അന്ത്യനാളുകൾ വരാറായി. നമ്മുടെ നാഥൻ വരാറായി. ഇനി നമുക്കധികം സമയമില്ല. നമുക്കൊരുങ്ങാം പ്രിയൻ്റെ വരവിന് വേണ്ടി. മണവാളൻ വരാറായി. മണവാട്ടി ഉറക്കത്തിലാണോ? 10 കന്യകമാരെ പോലെ 5 പേർ വിളക്കിനകത്ത് എണ്ണ തെളിച്ചു. 5 പേർ വിളക്കിനകത്ത് എണ്ണ തെളിക്കാതെ കിടന്നുറങ്ങി. അവരെവിടെ പോയി? എണ്ണ മേടിക്കാൻ പോയപ്പോൾ നാഥൻ വന്നു. അനേക പ്രഭാഷണങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. കർത്താവിൻ്റെ വരവിൻ്റെ അന്ത്യദിനങ്ങൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഇനിയും മടി കൂടാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ വചനപ്രകാരം രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകത്തിൽ തിരുമേശയിൽ പങ്കാളിയായി ദൈവസഭയിൽ മുട്ടുമടക്കി നിൽക്കുന്ന ദൈവമക്കളെ ചേർക്കുക. എൻ്റെ നാഥൻ വരാറായി. ഇന്ന് രാത്രി കാൽവറി മല നിനക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു. ഇന്ന് രാത്രി കാൽവറി മല നിനക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു. ആട്ടിൻകുട്ടിയുടെ രക്തത്തിൻ്റെ ശക്തി എൻ്റെ മേൽ ഇറങ്ങട്ടെ. ഈ ലോകമസ്ത
അസ്തമിക്കാറായി, ലോകരാജ്യങ്ങൾ ഇന്ന് രാത്രി തീരാറായി, അതിൻ്റെ നടുവിൽ വരുന്ന നമ്മുടെ കർത്താവ് വരാറായി. അവൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറിക്കൊണ്ടിരിക്കുന്നു. ചെമ്മണ്ണൂരിൻ്റെ വേളയിൽ അപ്പച്ചോ അമ്മച്ചേ, ഇതൊരു അന്ത്യകാലത്തിൻ്റെ ദൂത് കേട്ട് നിത്യതയ്ക്ക് വേണ്ടി അവകാശികളാകുക. ഈ സന്ദേശം കേട്ട് മടങ്ങി വാ. ഒരു രാത്രി കൂടി ഞങ്ങൾ പ്രബോധിപ്പിക്കുന്നു. നാഥൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ അടുത്തു. ജാതിയോട് എതിർത്ത് കഴിഞ്ഞു. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും എല്ലാം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാത്രി ഇതെല്ലാം ഈറ്റുനോവിൻ്റെ ആരംഭം. ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ സംഭവങ്ങൾ മുഴുവൻ യേശുവിൻ്റെ വരവിന് കാണിക്കുന്നു. ഇന്ന് രാത്രി നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? ഇന്നലെ രാത്രി പറഞ്ഞതുപോലെ ഏത് സമയത്തും മരണം പിടിക്കും. ബലഹീനതയിൽ ഞങ്ങൾ വിതയ്ക്കും, ശക്തിയിൽ ഉയർക്കും. അപമാനത്തിൽ വിതയ്ക്കും, തേജസ്സിൽ ഉയർക്കും. പ്രാകൃത ശരീരം മാറി ആത്മീയ ശരീരമായി ലാസർ പന്തിയിൽ ഇരുന്നത് പോലെ ഞങ്ങളെ ചേർക്കുവാൻ സ്വർഗരാജ്യത്തിൻ്റെ പന്തി ഒരുക്കി നാഥൻ വരാറായി. ഇത് രാത്രി ആരെങ്കിലും വചനം കേട്ടിട്ട് രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പാട്ടിന് ശേഷം കടന്നു വരണ കരം എപ്പോഴും ഉയർത്തണ്ട. ഒരിക്കൽ കൂടി ഞങ്ങൾ താഴ്മയോടെ പറയുന്നു, ഞങ്ങളുടെ കയ്യിലും കാശുണ്ട്, ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. എന്തിനായി ചെമ്മണ്ണുവിളെ കടന്ന് ഈ നിലവിളിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നത്? ശ്വാസം വിട്ട് വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത്, നരകത്തിനകത്ത്, യാതനാ സ്ഥലത്ത് കിടക്കാതെ അപ്പച്ചൻ്റെ വീട്ടിൽ കിടക്കുവാൻ ഇന്ന് രാത്രി ഈ വചനം കേട്ട് കടന്നു വാ. സഹോദരങ്ങളെ, ചെമ്മണ്ണുവിളയിലിരിക്കുന്ന നാട്ടുകാരെ, ഇതൊരു മതപ്രസംഗമല്ല, ഒരു രസത്തിൻ്റെ പ്രസംഗമല്ല, ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രസംഗമല്ല. ഇന്ന് രാത്രി ഏത് സമയവും കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുന്ന ദിനം സമീപമായി. കൈവിടപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല, എടുക്കുന്നവരുടെ കൂട്ടത്തിൽ കയറുവാൻ എനിക്കും ഒരു യോഗ്യത തരണമെന്ന് ആരിന്ന് രാത്രി പ്രാർത്ഥിക്കും. ഈ രാത്രി ഞങ്ങൾ ആരാധിക്കുമ്പോൾ, ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ, താങ്കൾ ഏത് മതമാകട്ടെ, ഏത് വിഭാഗമാകട്ടെ, ഇന്ന് രാത്രി ചെമ്മണ്ണുവിളിയിൽ കരമുയർത്തിക്കൊണ്ട് പറയണം, കർത്താവേ, ഞാനൊരു പാപിയ. അന്ത്യകാലത്തിൻ്റെ സന്ദേശം കേട്ട് ഈ ലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് നാളത്തെ പത്രവാർത്തകൾ കാണും. ഒരു ദൈവദാസൻ ഇവിടെ വന്ന് കാറി വിളിക്കുന്നു. ഇവിടെ കുഞ്ഞുങ്ങൾ പറയുന്നു ക്രൂശീകരണവും കർത്താവിൻ്റെ വരവും. പാട്ടുപാടി അവർ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭൂമിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു. ഈ കെട്ടിടം വീഴാറായി. പുഴയരികത്തൊരു മരമുണ്ടായിരുന്നു. മരത്തിൻ്റെ പ്രത്യേകത എന്താ? മരത്തിനകത്ത് കുരങ്ങനുണ്ടായിരുന്നു. കുരങ്ങന്മാർ തങ്ങളിൽ എന്നും വഴക്കം ബഹളമാണ്. പക്ഷേ കുരങ്ങൻ്റെ കൂട്ടത്തിൽ ആ മരത്തിനകത്ത് കുരുവി ഉണ്ടായിരുന്നു. കുരുവിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, അതിന് ചിറകുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഹല്ലേലൂയ, ഈ മരത്തിനകത്തിരിക്കുന്ന കുരങ്ങൻ എന്നും വഴക്കം ബഹളമാണ്. ഈ ആറിനോട് ചേർന്ന് മരം കുലുങ്ങുവാൻ തുടങ്ങി. കുരുവി കുരങ്ങനോട് പറഞ്ഞു, ഈ ഇരിപ്പിരുന്ന് വഴക്കുണ്ടാക്കിയാൽ മരത്തോടു കൂടി താഴെ പോകുക. എന്നാൽ സമാധാനത്തിലിരിക്കുന്ന എനിക്കൊരു ചിറകുണ്ട്. ഈ മരം വീണാൽ നിങ്ങൾ വെള്ളത്തിൽ പോകും, ഞാനോ പറന്ന് അടുത്ത ദേശത്തേക്ക് പോകുക. ഇന്ന് രാത്രി കത്തിക്കുത്തും കൊലപാതകവും പകയും പിണക്കവും കോപവും നൊന്തുപക്ഷവും ഉണ്ടാക്കി ഇന്ന് രാത്രി കൊട്ടേഷൻ ടീമിൽ അകപ്പെട്ട് ഇവിടെ ഈ ലോകമാകുന്ന വൻമരം വീഴാറായി. അതിൻ്റെ നടുവിൽ ഞാൻ എൻ്റെ സഭയെ ഈ പാറമേൽ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. വൻമരങ്ങൾ ഇവിടെ വീട്, കാറ്റുകൾ അടിക്ക്. എന്നാൽ പാറമേൽ പണിഞ്ഞ ഭവനത്തിൻ്റെ തലയ്ക്കാതിരുന്നെങ്കിൽ, അതിനൊന്നും സംഭവിച്ചില്ലെങ്കിൽ, ക്രിസ്തുവാകുന്ന പാറമേൽ പണിഞ്ഞ ദൈവസഭയെ ചേർക്കുവാൻ നാഥൻ വരാറായി. എഴുന്നേൽക്കാം, കരങ്ങളെ തട്ടിക്കൊണ്ട് ഇന്ന് രാത്രി പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങ്. പ്രാക്കളെ പോലെ നാം പറന്നുയരും. എല്ലാ കരങ്ങളും അടിച്ച് ഒരു 5-8 മിനിറ്റ് ദൈവത്തെ ആരാധിച്ചാട്ടെ. ചില നിമിഷങ്ങൾ കൂടി എല്ലാ കരകളും അടിച്ച് നമ്മുടെ നാഥൻ വരാറായി. പ്രിയന്റെ വരവിൻ ധ്വനി മുഴങ്ങും. പ്രാർത്ഥനെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയരാ മണവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൻ ധ്വനി
ജീവന്റെ നായകൻ വേഗം വന്നിടും. ജാതികൾ ജാതിയോട് എതിർത്തിടുമ്പോൾ, ജഗത്തിൽ പീഡകൾ പെരുകിടുമ്പോൾ, ജീവിത ഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ, ജീവന്റെ നായകൻ വേഗം വന്നിടും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസിംഹനമോർത്തിടുമ്പോൾ കോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസിംഹനമോർത്തിടുമ്പോൾ കോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്റെ ശക്തനാകുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്റെ ശക്തനാകുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമവനിൽ ഉദങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമവനിൽ ഉദങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും പോലും പുകയില്ലായിനി. പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും പോലും പുകയില്ലായിനി. ബുദ്ധിക്കതീതമതിവ്യ സമാധാനമെന്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമതിവ്യ സമാധാനമെന്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൽ ശക്തിയാൽ ജയിക്കും ഞാൻ. സാധാന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൽ ശക്തിയാൽ ജയിക്കും ഞാൻ. ആരാധിച്ചു വിടുതലെടുത്തിട്ട് ജയാടിയ നടന്നു. ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാടിയ നടത്തുന്നു. സാധ്യമേ സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സൗഖ്യത്തിന്റെ രാത്രി, കെട്ടുകൾ കൊണ്ടുന്ന രാത്രി, ബന്ധനങ്ങൾ അടിച്ച രാത്രി, കൃപയേ 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 കൃപയേ. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്റെ ശക്തനാകുന്നവൻ രാത്രി നാഥന്റെ കരം ആണ്ടവരിൽ വല്ലമായി, ആണ്ടവരിൽ വല്ലമായി. ബുദ്ധിക്കതീതമവനിൽ ഉദങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമവനിൽ ഉദങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ,
Mighty presence of Holy Spirit. Mighty presence of Holy Spirit. Come to the ground. Come to the ground. ഈ രാത്രി പരിശുദ്ധാത്മാവ് ചലിക്കണം. ഈ ചാണക മൗഢമനാഥന ബന്ധം കമനം അല്പസമയം ദൈവത്തെ ആരാധിച്ചാണ്. എല്ലാ ക്യാൻസറുകളും, എല്ലാ ട്യൂമറുകളും, എല്ലാ ആർത്രൈറ്റിസുകളും, എല്ലാ തൈറോയിഡ് രോഗങ്ങളും കത്തി തൊടാതെ സർജറിയുമോ കരുത്തുറ്റ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. 12 വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ഒരു വിടുതൽ സംഭവിച്ചതുപോലെ എല്ലാ തന്ത്രവാദ ശക്തികളും, എല്ലാ ദുഷ്ടന്റെ പോരുകളും, എല്ലാ പാരമ്പര്യ ബന്ധനങ്ങളും സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ.